Hello everyone, welcome to Kids Area Online. Class 2 English exam ആണല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. റെഡിയാണല്ലോ? കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. 6ാമത്തെ ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. ഇവരുടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ഉണ്ട്, അതുപോലെ ബട്ടർഫ്ലൈ ഉണ്ട്, മൗസ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്. ആൻഡ് ചോദിക്കുവാണ്, വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താണ് ഇഷ്ടം? വാട്ട് ഡു യു ലൈക്ക്? അപ്പോൾ നിങ്ങൾക്ക് കോൺവെർസേഷൻ തന്നിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് എങ്ങനെയാണ് ചോദിക്കുക? നിനക്ക് എന്താണ് ഇഷ്ടം? അതിന് എങ്ങനെയാണ് ചോദിക്കേണ്ടേ? വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താണ് ഇഷ്ടം? ഇവിടെ നോക്കിയേ, നമ്മുടെ ബട്ടർഫ്ലൈ എന്തായിരിക്കും പറയുക? ബട്ടർഫ്ലൈക്ക് എന്താ ഇഷ്ടം? തേനാണല്ലേ. ഐ ലൈക്ക് നെക്ടർ. എനിക്ക് പൂന്തേനാണ് ഇഷ്ടം. ഐ ലൈക്ക് നെക്ടർ. ഞാൻ പൂന്തേനാണ് ഇഷ്ടപ്പെടുന്നത്. വാട്ട് ഡു യു ലൈക്ക്? ഐ ലൈക്ക് നെക്ടർ. നിനക്ക് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? എനിക്കിഷ്ടം നെക്ടറാണ്. വാട്ട് ഡു യു ലൈക്ക്? ഐ ലൈക്ക് നെക്ടർ. ബട്ടർഫ്ലൈ മൗസിനോട് ചോദിക്കാണ്, ഡു യു ലൈക്ക് ക്യാരറ്റ്? നിനക്ക് ക്യാരറ്റ് ഇഷ്ടമാണോ? അപ്പൊ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡു യു ലൈക്ക്. ഡു യു ലൈക്ക് ക്യാരറ്റ്? ഇവിടെ വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താണ് ഇഷ്ടം? ഐ ലൈക്ക് നെക്ടർ. എനിക്ക് നെക്ടറാണ് ഇഷ്ടം. ഡു യു ലൈക്ക് ക്യാരറ്റ്? നിനക്ക് ക്യാരറ്റ് ഇഷ്ടമാണോ? അപ്പൊ മൗസിന് ക്യാരറ്റ് ഇഷ്ടമാണോ? ഇല്ല അല്ലേ. അപ്പൊ എന്ത് പറയും? നോ, ഐ ഡോണ്ട് ലൈക്ക് ക്യാരറ്റ്. ഐ ഡോണ്ട് ലൈക്ക്. ഐ ഡോണ്ട് ലൈക്ക് ക്യാരറ്റ്. നോ, ഐ ഡോണ്ട് ലൈക്ക് ക്യാരറ്റ്. എനിക്ക് ക്യാരറ്റ് ഇഷ്ടമല്ല. ഐ ലൈക്ക് ചീസ്. ഐ ലൈക്ക് ചീസ്. എനിക്ക് ചീസാണ് ഇഷ്ടം. അല്ലെങ്കിൽ എന്താണോ നമ്മുടെ റാറ്റിന് മൗസിന് ഇഷ്ടമുള്ളത് അത് എഴുതാം. മൗസ് എന്താ പറയുന്നേ? നോ, ഐ ഡോണ്ട് ലൈക്ക് ക്യാരറ്റ്. എനിക്ക് ക്യാരറ്റ് ഇഷ്ടമല്ല. ഐ ലൈക്ക് ചീസ്. എനിക്ക് ചീസാണ് ഇഷ്ടം എന്ന് മൗസ് പറയാണ്. അപ്പോൾ ഇതാ നോക്കിയേ, അടുത്ത ആൻഡ് ചോദിക്കുവാണ്. അപ്പോൾ നമ്മുടെ റാബിറ്റ് പറയുന്നു ഐ ലൈക്ക് ക്യാരറ്റ്. എന്തായിരിക്കും ആൻഡ് പറയുക? ഐ ലൈക്ക് ഷുഗർ. എനിക്ക് ഷുഗർ ആണ് ഇഷ്ടം. വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താ ഇഷ്ടം? ഐ ലൈക്ക് ക്യാരറ്റ്. ഐ ലൈക്ക് ക്യാരറ്റ്. ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റുമോ നോക്കിയേ. ലൈക്കിന്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കിയേ. വാട്ട് ഡു യു ലൈക്ക്? ഇപ്പൊ ലൈക്കിന്റെ സ്പെല്ലിംഗ് LIKE. ലൈക്ക്, ഇഷ്ടം. ഐ ലൈക്ക് നെക്ടർ. എനിക്ക് പൂന്തേനാണ് ഇഷ്ടം. ഐ ലൈക്ക് ചീസ്. എനിക്ക് ചീസാണ് ഇഷ്ടം. ഐ ലൈക്ക് ക്യാരറ്റ്. എനിക്ക് ക്യാരറ്റ് ആണ് ഇഷ്ടം. ഐ ലൈക്ക് ഷുഗർ. എനിക്ക് ഷുഗർ ആണ് ഇഷ്ടം. ഇഷ്ടമില്ല എന്ന് എങ്ങനെയാ പറയാ? ഐ ഡോണ്ട് ലൈക്ക്. ഐ ഡോണ്ട് ലൈക്ക് എന്താണോ അത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്. ഐ ഡോണ്ട് ലൈക്ക്. അത് ഇഷ്ടമാണെങ്കിൽ ഐ ലൈക്ക്, ഇഷ്ടമല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക്. ഡോണ്ട് എന്നും കൂടെ ചേർക്കാം. ഇനി ഇഷ്ടമാണോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ഡു യു ലൈക്ക്. ഡു യു ലൈക്ക്. നിനക്ക് എന്താണ് ഇഷ്ടമെന്ന് എങ്ങനെയാ ചോദിക്കുക? വാട്ട് ഡു യു ലൈക്ക്. ഇവിടെ ഡൂവിന് മുമ്പ് വാട്ട് കൂടെ ചേർക്കുക. അടുത്ത ലാസ്റ്റ് എഴുതാതിരിക്കുക. വാട്ട് ഡു യു ലൈക്ക്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നാൽ ലൈക്ക് ഉപയോഗിച്ചുള്ള കോൺവെർസേഷനോ സെന്റൻസോ എഴുതാൻ വന്നാൽ ഐ ലൈക്ക് നെക്ടർ, ഐ ലൈക്ക് ചീസ്, ഐ ലൈക്ക് ക്യാരറ്റ്, ഐ ലൈക്ക് ഷുഗർ, ഇതുപോലെ വന്നത് എഴുതാൻ പറ്റുമല്ലോ. യെസ്, ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല എന്നാണേ. ആക്ടിവിറ്റി 7, സെലക്ട് ദ കറക്റ്റ് ഡയലോഗ് ഫ്രം ദ ബോക്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ നോക്കിയേ, ഇവിടെ കുറച്ച് ഡയലോഗ്സ് നൽകിയിട്ടുണ്ട്. ഇത് ഏതൊക്കെയാണ്? യോജിക്കുക എന്ന് എഴുതുക. ഇവിടെ എങ്ങനെയാ നമ്മൾ ഇതിനെ കറക്റ്റ് കോൺവെർസേഷൻ ആക്കി എങ്ങനെയാ മാറ്റുക? നൽകിയിരിക്കുന്നതിനെ കറക്റ്റ് കോൺവെർസേഷൻ ആക്കി എങ്ങനെയാ മാറ്റുക? ഹാവ് യു സീൻ എ റാബിറ്റ്? റാബിറ്റിനെ കണ്ടായിരുന്നോ? നോ ഐ ഡിഡ്ന്റ്. ഞാൻ കണ്ടില്ല. ഹാവ് യു സീൻ എ റാബിറ്റ്? റാബിറ്റിനെ കണ്ടായിരുന്നോ?
സ്പാരോ എന്ത് പറഞ്ഞു? നോ ഐ ഡിഡ്ന്റ്, ഞാൻ കണ്ടില്ല. അപ്പോൾ റാബിറ്റ് പറയണം ഐ വിൽ ക്യാച്ച് ഹിം, ഞാൻ അവനെ പിടിക്കും. മൗസ് ചോദിക്കുകയാണ് ക്യാൻ എ റാബിറ്റ് സിറ്റ് അണ്ടർ എ മഷ്റൂം? മഷ്റൂമിന് താഴെ റാബിറ്റിന് ഇരിക്കാൻ കഴിയോ? അപ്പോൾ നമ്മുടെ ഫോക്സ് എന്ത് പറയുന്നു? ബട്ട് ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ്, പക്ഷേ എനിക്ക് റാബിറ്റിന്റെ മണം വരുന്നു എന്ന് ആര് പറയുന്നു? ഫോക്സ് വരുന്നു. അപ്പോൾ ഈ നൽകിയിരിക്കുന്ന സെന്റൻസിനെ ഇതുപോലെ കറക്റ്റായിട്ട് എഴുതാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുക. നമ്മുടെ ഫോക്സ് നമ്മുടെ സ്പാരോട് ചോദിക്കുകയാണ് ഹാവ് യു സീൻ എ റാബിറ്റ്? റാബിറ്റിനെ കണ്ടോ? അപ്പോൾ എന്ത് പറയും? നോ ഐ ഡിഡ്, ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മുടെ ഫോക്സ് പറഞ്ഞു ഞാൻ അവനെ ഉറപ്പായിട്ടും പിടിക്കും. ഐ വിൽ ക്യാച്ച് ഹിം, ഞാൻ അവനെ പിടിക്കും. ഇത് കണ്ട മൗസ് ചോദിക്കുകയാണ് മഷ്റൂമിനടിയിൽ റാബിറ്റിന് ഇരിക്കാൻ കഴിയോ? ക്യാൻ എ റാബിറ്റ് സിറ്റ് അണ്ടർ എ മഷ്റൂം? അപ്പോൾ ഫോക്സ് എന്ത് പറഞ്ഞു? പക്ഷേ ബട്ട് ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ്, പക്ഷെ എനിക്ക് റാബിറ്റിന്റെ സ്മെല്ല് വരുന്നു എന്ന് ഫോക്സ് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡയലോഗ്സ് തന്നിട്ട് അതിനെ കറക്റ്റായിട്ട് എഴുതാൻ ചോദിക്കും. അങ്ങനെ ചോദിച്ചാലും തെറ്റാതെ എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 8 ഹു ആം ഐ? ഞാൻ ആരാണ്? ഐ ലീവ് ഇൻ ദ പോണ്ട്, ഞാൻ പോണ്ടിലാണ് താമസിക്കുന്നത്. ഐ ആം ഗ്രീൻ, എനിക്ക് പച്ച നിറമാണ്. ഐ ഹോപ്പ്, ഞാൻ ചാടും. ഹു ആം ഐ? ഞാൻ ആരാണ്? ആരാ? ഐ ലീവ് ഇൻ ദ പോണ്ട്, ഐ ആം ഗ്രീൻ, ഐ ഹോപ്പ്. ഹു ആം ഐ? ഞാൻ ആരാ? അറിയാവോ? ഫ്രോഗ്, തവള. തവളയാണ്, കുളത്തിൽ താമസിക്കുന്നു, ഗ്രീൻ നിറമാണ്, ചാടുന്നത്. ഫ്രോഗ്. ഓക്കെ. ഐ ഹാവ് ടെയിൽ, എനിക്ക് വാലുണ്ട്. ഐ ഹാവ് ലോങ് ഇയേഴ്സ്, എനിക്ക് നീളമുള്ള ചെവിയുണ്ട്. ഐ ലൈക്ക് ടു ഈറ്റ് ക്യാരറ്റ്സ്, ഞാൻ ക്യാരറ്റ്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഹു ആം ഐ? ഞാൻ ആരാണ്? ആരായിരിക്കും? ഐ ഹാവ് ടെയിൽ, എനിക്ക് വാലുണ്ട്. ഐ ഹാവ് ലോങ് ഇയേഴ്സ്, എനിക്ക് നീളമുള്ള ചെവിയുണ്ട്. ഐ ലൈക്ക് ടു ഈറ്റ് ക്യാരറ്റ്സ്, എനിക്ക് ക്യാരറ്റ് കഴിക്കാനാണ് ഇഷ്ടം. ഹു ആം ഐ? ഞാൻ ആരാണ്? ആരാ? റാബിറ്റ്. ആരാണ്? റാബിറ്റ്. ഐ ആം ബിഗ്, ഞാൻ വലുതാണ്. ഐ ഹാവ് 4 legs, എനിക്ക് 4 കാലുകളുണ്ട്. ഐ ഹാവ് എ ട്രങ്ക്, എനിക്ക് തുമ്പിക്കൈയുണ്ട്. ഹു ആം ഐ? ഞാൻ ആരാണ്? ആരാണ്? ബിഗ് ആണ്, 4 കാലുകളുണ്ട്, തുമ്പിക്കൈയുണ്ട്. ആർക്കാ? എലിഫന്റ്. ആർക്കാണ്? എലിഫന്റ്. ഐ ഹാവ് 2 wings, എനിക്ക് 2 ചിറകുകളുണ്ട്. ഐ ലൈക്ക് ഹണി, എനിക്ക് തേൻ ഇഷ്ടമാണ്. ഐ ക്യാൻ ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയും. ഹു ആം ഐ? ആരാ? ബട്ടർഫ്ലൈ. ആരാണ്? ബട്ടർഫ്ലൈ. ഓക്കെ, ബി എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹു ആം ഐ എന്നൊരു ചോദ്യം വന്നാൽ ആരും തെറ്റാതെ എഴുതുമല്ലോ, എഴുതാൻ അറിയാലോ. യെസ്. ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ്. ഇത് നമ്മൾ ഡിഫറൻസസ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ഇതൊരു മഷ്റൂമാണ്, ഇത് മഷ്റൂമാണ്. ഇവിടെ ഫ്രോഗ് അടിയിലാണ്, ഇവിടെ ഫ്രോഗ് മുകളിലാണ്. ഇവിടെ നിറയെ ഉറുമ്പുകളുണ്ട്, ഇവിടെ ഒരു ഉറുമ്പേ ഉള്ളൂ. ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉള്ളൂ, പക്ഷെ ഇവിടെ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ അടിയിലും മുകളിലും എന്ന് എങ്ങനെ എഴുതും? ദ ഫ്രോഗ് ഈസ്, ഫ്രോഗ് എവിടെയാണ്? അണ്ടർ, അടിയിൽ. എന്തിന്റെ അടിയിലാ? ദ മഷ്റൂം. ദ ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം. ദ ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം. ഇനി മുകളിൽ, ഒന്നിന്റെ മുകളിൽ ഇരിക്കുവാണ്, ഇങ്ങനെ പറയാം ഓൺ. ദ ഫ്രോഗ് ഈസ് ഓൺ ദ മഷ്റൂം. മുകളിലാണെങ്കിൽ എന്താ പറയാ? ഓൺ. ഇവിടെ അടിയിലായതുകൊണ്ട് ദ ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം. മഷ്റൂമിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്, എങ്ങനെ? പുറത്തിരിക്കുന്നുണ്ട് എന്ന് പറയും. പുറത്താണെങ്കിൽ എന്ത് പറയണം? ഓൺ. ദ ഫ്രോഗ് ഈസ് ഓൺ ദ മഷ്റൂം. ഇവിടെ നമുക്ക് എങ്ങനെ? ദ ആന്റ് ഈസ് ഓൺ ദ മഷ്റൂം. ദ ഫ്രോഗ് ഈസ് ഓൺ ദ മഷ്റൂം. മനസ്സിലായോ? പുറത്തിരിക്കുകയാണെങ്കിൽ ഓൺ, അടിയിലാണെങ്കിൽ എന്ത് പറയണം? അണ്ടർ. അപ്പൊ ഇത് എഴുതാൻ അറിയാലോ. ഇനി ഇവിടെ എന്താണ് പ്രത്യേകത? അടുത്ത പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, ഇവിടെ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെ എഴുതാം? There is only one butterfly. There കഴിഞ്ഞിട്ട് എന്ത് എഴുതി? ഈസ് എഴുതി. ഒന്നാണെങ്കിൽ എന്ത് എഴുതണം? ഈസ്. There is only one butterfly. ഇനി ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതണം? There are 3 butterflies. ഇവിടെ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? 3. There are എന്ന് എഴുതണം. There are. പിന്നെ butterflies. There are 3 butterflies. ഇവിടെ there is only one butterfly. ഇവിടെ there are 3 butterflies. മനസ്സിലായോ? ഒന്നായതുകൊണ്ട് there is. There is only one butterfly.
ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ there are 3 butterflies. ഇനി and അതുപോലെ എഴുതിയേ, ആൻഡിന് അതുപോലെ എഴുതിയേ. There are many ants. നിറയെ ഉറുമ്പുകളുണ്ട്. There are കൂടുതലായതുകൊണ്ട് r ചേർത്തു. There are many ants. ഇവിടെ നിറയെ ഉറുമ്പുകളുണ്ട്. ഇവിടെയോ ഒരു ഉറുമ്പാണ്. There is only one ant. There is only one ant. എഴുതാൻ അറിയാലോ? അപ്പോൾ ആദ്യം the frog is under the mushroom. There is only one butterfly. There are many ants. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? The frog is on the mushroom. The ant is on the mushroom. There is only one ant. There are 3 butterflies. ഇപ്പോൾ ഡിഫറൻസ് കണ്ടെത്തി എഴുതാൻ പറഞ്ഞാൽ, പിക്ചർ തന്നാൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറഞ്ഞാൽ മനസ്സിലായോ? യെസ്. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.